ശബാനാഥനാഥന. കർത്താവെ, ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നപ്പാ, അങ്ങയുടെ ശബ്ദം കേൾപ്പാ ഞങ്ങൾ കൊതിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം കർത്താവ്. ഇന്ന് പകലിൽ എന്നെ ഒരു വെളിപ്പാട് കാണിക്കുന്നത്, ഒരു കയ്യിൽ മഷിയും മറു കയ്യിൽ ബ്രഷുമായി വളരെ ഹൈറ്റുള്ളൊരു മനുഷ്യൻ ഇതിനകത്ത് നടക്കുന്നു. കർത്താവിനോട് പറയുന്നു, ചിലതിൻ്റെ വലിയ വഴിത്തിരിവിൻ്റെ പകലാണിത്. എന്നെ കർത്താവ് കാണിക്കുന്നു, മുഖത്ത് കുരിശടയാളത്തിൽ ചിലതിനെ വേർതിരിച്ച് കർത്താവിൻ്റെ അന്ന് പറയുന്നു. യേശു പതിവ് പോലെ പള്ളിയിൽ ചെന്നു, പതിവ് പോലെ പുസ്തകം കൊടുത്തു. യേശുവോട് അത് വായിച്ചു. ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നു എന്ന് പറഞ്ഞ് പതിവിനെ തെറ്റിച്ചുകൊണ്ട് ആലയത്തിലൊരു സംഭവം നടക്കുകയാണ്. ഇതുവരെ അവരുടെ പരീശന്മാർ പതിവിൽ പ്രസംഗിച്ചിട്ട് ആശീർവാദം പറയുന്ന പതിവായിരുന്നു അവിടെ. പക്ഷെ അഭിഷക്തൻ അകത്ത് കയറിയപ്പോൾ പറഞ്ഞ വചനം സത്യമാണെന്ന് അശുദ്ധാത്മാക്കളെ ഇളക്കി, വരണ്ട കൈയുള്ളവനെ നൂത്ത്, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിക്കൊണ്ട് യേശു ഇന്ത്യയിൽ ഇങ്ങനെ തെളിയിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന അഭിഷക്തന്മാരോട് ഞാൻ പറയും, യേശു എന്തിനും എങ്ങനെയും ചെയ്യാൻ ഈ അന്ത്യകാലത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. റെഡിയായിട്ട് യേശു നിൽക്കുകയാണ്. ഇന്ന് പകലിൽ ചിലരുടെ മേൽ എന്നോട് കർത്താവ് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ എന്നോട് കർത്താവ് പറഞ്ഞു, ഇന്ന് പകലിൽ കൃപാവരത്തിൻ്റെ പുതപ്പ് ചിലരുടെ മേൽ വീഴുവാണ്. ഞാൻ അതനുഭവിച്ചിട്ടുണ്ട്. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഈ അഭിഷേകം പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരൊക്കെ എതിർത്താലും ആരൊക്കെ കളിയാക്കി സംസാരിച്ചാലും ഞാൻ അനുഭവിച്ചതാണ്. ഒരുത്തനിൽ നിന്ന് അടുത്തൊരുത്തനിലേക്ക് അഭിഷേകം പകരും. ഇന്ന് പകലിൽ അങ്ങനത്തെ ഒരു പകർച്ച ഇതിനകത്ത് ഉണ്ടാകാൻ പോവുകയാണ്. എന്നെ കർത്താവ് വ്യക്തമായി കാണിക്കുന്നു. ഇതിനകത്തു നിന്ന് ചില കുഞ്ഞുങ്ങളെ കർത്താവ് വലിച്ചു പൊക്കാൻ പോവുകയാണ്. കർത്താവ് ചില വമ്പന്മാരെ വെച്ച് പറയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ദൂത്, ചിലർ ദൂത് മറിച്ചത് കൊണ്ട് കർത്താവ് ചിലതിനെ പൊക്കാൻ പോവുകയാണ്. കൊച്ചു പിള്ളേരെ കർത്താവ് അഭിഷേകം ചെയ്ത് രംഗത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്ന് യേശു എന്നോട് പറയുന്നു. യേശു എന്നോട് അങ്ങനെ തന്നെ പറയുന്നു. യേശുവിനോട് അങ്ങനെ തന്നെ പറയുന്നു. യേശുവിനോട് അങ്ങനെ തന്നെ പറയും. എന്നെ കർത്താവ് ജെർമി എന്ന് പറഞ്ഞൊരു പേര് കാണിക്കുന്നു. ഇതിനകത്ത് ഇവിടെ ഒരു കൊച്ചു കുഞ്ഞുണ്ടല്ലോ, ഒരു റാംധര പ്രഭ. അച്ഛനി വന്നേ, നിങ്ങൾ വന്നേ കയറി വാ. ഇന്ന് പകലിൽ പരിശുദ്ധമാവും നിങ്ങളോട് പറയാൻ പറയും. ആ കുഞ്ഞിനെ എന്ത് ചെയ്യാൻ മോനെ? വ്യത്യസ്തമായൊരു പുതപ്പ് ഇന്ന് പകലിൽ അവൻ്റെ മേൽ വീഴുകയാണ്. അടുത്ത കർത്താവിനോട് പറയുന്നു, പരിശുദ്ധന്മാരോട് പറയുന്നു, ബിനു എന്ന് പറഞ്ഞൊരു പേര് എന്നെ കർത്താവ് കാണിക്കുന്നു. നിങ്ങളുടെ പേരാ ബിന്ദു. ആരാ ബിന്ദു? ഭാര്യ. ഈ കുടുംബത്തെ കർത്താവ് ഇന്ന് സെലക്ട് ചെയ്ത് പിടിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് നീ ഇവിടെ വന്നത്, ഇവിടെ ഒത്തിരി പേര് അഭിഷേകം പ്രാപിക്കാൻ വന്നതാ. പക്ഷെ നീ ഒരു ജോലിയുടെ വിഷയമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഇവിടെ കയറിയത്. UAE-യിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നീ ഈ നാട്ടിൽ നിൽക്കുക. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നീ ഒരു ജോലിയുടെ കാര്യം തിരക്കിയ വന്നത്. പക്ഷെ നിന്റെ തലമുറ അഭിഷക്തനാക്കി സെലക്ട് ചെയ്ത് കർത്താവ് സംഭവിക്കുന്നു. തൊടുന്നു ചിലരെ കട കർത്താവ് തൊടുന്നു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചിലരെ കട തൊടുന്നു. ശുശ്രൂഷകന്മാരെ യേശു സത്യമാണെന്ന് ജാതികൾ കാണേണ്ടതിന് യേശു എന്തിനും എങ്ങനെ റെഡിയായി നിൽക്കുകയാണ്.
ജെയ്സൺ പാസ്റ്റർ കർത്താവിനോട് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് എന്നോട് കർത്താവ് പറയുന്നു, ഇതിനേക്കാൾ വലിയ പേരുവിളിയുമായി ഇതിനകത്തുനിന്ന് ആരെയൊക്കെയോ പൊക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഞാൻ ആത്മവിവശതയിൽ വീഴുന്നത് മാകാനത്ത് നടന്ന ഫയർ വിൻസിന്റെ മീറ്റിങ്ങിനകത്ത്. ആ ഉച്ച കഴിഞ്ഞ് ഒരു സെഷനിൽ റൈസൻ ജാൻ ഒരു മെസ്സേജുമായിട്ട് എഴുന്നേറ്റു. ഫിന്നിച്ചാണ് എൻ്റെ തലേ കൈവെക്കുന്നത്. ആദ്യത്തെ ആത്മവിശ്വാസം ദൈവശക്തി അകത്ത് വന്നപ്പോൾ എനിക്കറിയത്തില്ല എന്തോനാ വീഴുന്നത്. പക്ഷെ ഇന്ന് എനിക്കറിയാം, ജാതികളെ തൊടുന്ന ഒരു അഭിഷേകവുമായിട്ടാണ് എന്നോട് കർത്താവ് അങ്ങനെ ചിലരെ അങ്ങനെ അങ്ങനത്തെ ഒരു അഭിഷേകത്തിന്റെ എന്നെ കർത്താവ് വിനോദ് എന്ന് പറഞ്ഞൊരു പേര് കാണിക്കുന്നു. വിനോദാരാണ് വിനോദ് രാജൻ എന്നോട് ആ പേരിന്റെ ഉടമസ്ഥം വന്നാട്ട് യേശുപ്പച്ചനോട് പറയുന്നത്, ഒത്തിരി പാസ്റ്റർമാർക്ക് സഭാ ഹോൾ കൊടുത്തു യേശുവിനെ പറയുന്നില്ലെന്ന് കണ്ടപ്പോ യേശു സഭാ ഹോളിൽ നിന്ന് പാസ്റ്റർമാരെ വിട്ടിട്ട് മാറി. SBTയുടെ ബാങ്കിന്റെ മാനേജറുടെ കസാരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം വന്നിട്ട് ജോലി ചെയ്യുന്നയാളാണ് ഈ നിൽക്കുന്നയാൾ. യേശുവിനോട് പറയുന്നത്, ഹോളിനകത്ത് പാസ്റ്റർമാർ ചെയ്യാത്തത് കൊണ്ട് ബാങ്കിനകത്ത് വിനോദിനെ വെച്ച് എന്തോ ഒരു വല്ല കൈമാറ്റം നിങ്ങളുടെ മേൽ നടക്കുന്നു. ടൈമാണ് നിന്നെ കർത്താവ് കർത്താവിനെ ഒരു ബോർഡ് കാണിക്കുന്നു. ആ ബോർഡ് ഞാൻ ഇങ്ങനെ പറയാം, അഭിഷക്തന്മാരെ ആവശ്യമുണ്ട്. വലിയ സ്ഥാപനങ്ങളുടെ മുന്നിൽ ബോർഡ് തൂക്കി ഇടുന്ന കണ്ടിട്ടില്ല. ജോലിക്കാരെ ആവശ്യമുണ്ട്. ഇതേപോലെ സ്വർഗത്തിന്റെ ഒരു ബോർഡുമായിട്ട് നിൽക്കുന്ന അഭിഷക്തന്മാരെ യേശുവിന് ആവശ്യമുണ്ട്. 210 കോടി ജനത്തിൻ്റെ ഇടയിൽ യേശുവിന് അവന്റെ രാജ്യത്തെ പറഞ്ഞ് കൗൺസിലിംഗ് നടത്താനല്ല, ശക്തിയോടെ തെളിയിക്കേണ്ടതിന്. എന്നോട് കർത്താവ് പറയുന്നു, ഇതിനകത്ത് ചിലര് വെച്ച ശവങ്ങളെ കത്തിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ നാമം പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു. ആവശ്യമുണ്ട്. യേശുവിനോട് പറയുന്ന അഭിഷക്തന്മാരെ ആവശ്യമുണ്ട്. ഈ രാജ്യത്തെ യേശുവിന്റെ രാജ്യത്തെ കൊണ്ട് സ്ഥാപിക്കേണ്ടതിന് അഭിഷക്തന്മാരെ യേശുവിന് ആവശ്യമുണ്ട്. എന്നോട് എന്നെ കർത്താവ് ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. ഞാൻ കർത്താവിനോട് 2 ചോദ്യങ്ങൾ ചോദിച്ച് എല്ലാവരും തള്ളപ്പെട്ട ഒരു മുറിക്കകത്ത് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് ചോദിച്ചു, യേശുവെ, ഇന്ത്യയിൽ ഒരു ഉണർവ് നീ അയക്കുമോ? വാര്യാപുരം യോനാച്ചൻ പ്രവചിച്ചിട്ടുണ്ട്. അത് കേൾക്കാനല്ല, അത് ഏറ്റുപറയാനല്ല എന്നെ വിളിച്ചത്. എനിക്ക് അങ്ങ് പറഞ്ഞൊന്ന് കേൾക്കണം. യേശുവിനോട് എഴുതി കാണിച്ചു. ഞാൻ യേശുവിൻ്റെ പകരക്കാരനായി നിന്ന് പറയുന്നു. യേശുവിൻ്റെ വരവിന് മുമ്പ് 2 സ്ഥലങ്ങളെ ഞാൻ സന്ദർശിക്കും. ഒന്ന് ചൈനയായിരിക്കും, 2 ഇന്ത്യ ആയിരിക്കും. നിങ്ങൾ കേൾക്കുന്നത് ഉണർവിൻ്റെ പ്ലാറ്റ്ഫോം ഞാൻ ഇടുന്നത് കേരളത്തിലായിരിക്കും. എന്നോട് കർത്താവ് പറയുന്നു, അപ്പോസ്തല പ്രവർത്തികൾ ഇവിടെ ആവർത്തിക്കപ്പെടാൻ പോവച്ച. കർത്താവിനോട് പറയുന്നു, അല്പം പോലും അസൂയയില്ലാതെ പറയാൻ പറയുന്നു.
ഇതിനേക്കാൾ വലിയ ശുശ്രൂഷയുടെ പ്രവചന ശബ്ദം ഇന്ത്യ കേൾക്കാൻ പോവുകയാണ്. ഇല്ലില്ല, ഏറ്റവും നല്ലത് ഇന്ത്യ കണ്ടിട്ടില്ല ഇതുവരെ. ഏറ്റവും നല്ലത് ഇന്ത്യ കണ്ടിട്ടില്ല. ഏറ്റവും നല്ലത് ഇന്ത്യ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഏറ്റവും നല്ലത് ഇന്ത്യ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഏറ്റവും നല്ലത് ഇന്ത്യ കാണാൻ എന്താ സഭയുടെ മുഖച്ഛായ മാറ്റും. സ്നാനപ്പെടുത്തിയിട്ട് പുസ്തകത്തിൽ എഴുതുന്ന കഥ ഞാൻ ഇവിടെ തിരുത്തും. യേശുവനോട് പറയുന്നു, സ്നാനപ്പെടുത്തി ചിലർക്ക് വെള്ളത്തിൽ നിന്ന് പനി പിടിക്കും. അങ്ങനത്തേത് ചാൻസ് വരുന്നു. സ്വർഗത്തിന്റെ ചാൻസ് വീഴുന്നു. സ്വർഗത്തിന്റെ ചാൻസ് ജനനമേൽ, സ്വർഗത്തിന്റെ ചാൻസ് കർത്താവായിട്ട് തരും. ദേവദാസനെ, ഒരു ദൈവിക ചാൻസ് നിങ്ങളുടെ മേൽ വരുന്നു. സ്വർഗത്തിന്റെ ചാൻസ് നിങ്ങളുടെ മേൽ വീഴുന്നു. ഈ രാജ്യത്ത് കർത്താവിന് ആവശ്യമുണ്ടെന്ന്, അഭിഷക്തന് ആവശ്യമുണ്ടെന്ന്. ഐസ്ക്രീം ബിസിനസ്സുമായിട്ട് നിന്നാറുണ്ട്. ഐസ്ക്രീം ബിസിനസ്. ശാന്തനാഥന ഐസ്ക്രീമിന്റെ ബിസിനസ് തൊടുന്നു നിങ്ങളുടെ മേലെ ഇന്ന്. അതിന്റെ കർത്താവിന് വേണമെന്ന് കർത്താവിനോട് പറയുന്നു. വേണമെന്ന് കർത്താവിന് പറയുന്നു. കർത്താവ് കായംകുളം നോർത്ത് ഇന്ത്യയിൽ വന്നിറങ്ങി അവിടുന്ന് ഇങ്ങോട്ട് വന്നാലേ ഇന്ത്യ കിട്ടത്തുള്ളെന്ന്. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന ഇവിടുത്തെ ചരിത്രം. പക്ഷെ യേശു തിരിച്ചു പറയുന്നു, സൗത്തിൽ നിന്ന് ഒരു ആർമിയെ ഞാൻ. നിങ്ങൾക്കറിയാമോ, യേശു ഇത്രയും സ്നേഹിക്കുന്ന ഒരു ജാതി ലോകത്തില്ല. ഇത്രയും കൃപാവരങ്ങൾ തന്ന, ഇത്രയും ശുശ്രൂഷ ഏൽപ്പിച്ച, ഇത്രയും വചനം തന്ന, ഇത്രയും അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിച്ചൊരു നാട് ഇന്ത്യയിലില്ല. അത് തന്നെ വിളിച്ചു കാണിക്കുന്നത് ഈ ദേശത്തെ വെച്ച് യേശുവിന് എന്തോ പറയേണ്ടതായിട്ട്. എനിക്കറിയാം, ഇതിനകത്ത് ചലനമേൽ അതിൻ്റെ നറുക്ക് വീഴുകയാണ്. അതിൻ്റെ നറുക്ക് DGS പോലുള്ളവർ ഒഴിഞ്ഞ സീറ്റിൽ ഇതിനകത്ത് ചിലർ കയറാൻ പോകും. എന്റെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് ചിലതിനെ ഇന്ത്യയുടെ ദൈവശബ്ദമായിട്ട് ആ സീറ്റിലേക്ക് ചിലരെ കർത്താവ് കൈ പിടിച്ച് വലിച്ചു. അപ്പോസ്തല പ്രവൃത്തി അതുപോലെ നെല്ല് തട്ടി രോഗിയെ സൗഖ്യമാക്കണേ, അത് അതുപോലെ. തുവാല കൊടുത്തുവിട്ട് സൗഖ്യമാക്കണേ, അത് അതുപോലെ ഇന്ത്യയിൽ ആവർത്തിക്കപ്പെടും. ഇന്ത്യയിൽ അത് കർത്താവ് വീണ്ടും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. ഇനി നടക്കുന്നൊരു വലിയ ദൈവപ്രവൃത്തി ഇന്ത്യക്ക് വേണ്ടി കർത്താവ് തരുന്ന ലാസ്റ്റ് ചാൻസ് ആണിത്. ലാസ്റ്റ് ചാൻസ്. ആ ചാൻസിനകത്ത് ഈ രാജ്യം മുഴുവൻ ചിലരെ കർത്താവ് വലിച്ച് ഇതിനകത്തുനിന്ന് എറിയുമെന്ന് കർത്താവിനോട് പറയും. ഞാൻ ഊഹാപോഹം പ്രവചിക്കാൻ വന്നതല്ല, ഉദ്ദേശിച്ച് കുറെ കാര്യം പറയാൻ വന്നതല്ല. യേശു എന്നോട് പറയുന്നു, അങ്ങനെ തന്നെ പറ. ഈ രാജ്യത്തടിക്കാൻ പോകുന്ന ഉണർവിനകത്ത് വലിയ യേശുവിനോട് പറയുന്നു, വമ്പൻ സാക്ഷ്യങ്ങളുമായിട്ട് അടുത്ത 2-3 ഫയർ വിങ്സിന്റെ മീറ്റിംഗ് കഴിയുന്നതിനകത്ത് വലിയ സാക്ഷ്യമായിട്ട് ചിലതിനകത്ത് നിൽക്കാൻ പോവുകയാണ്. ആ പട്ടണം പിടിക്കപ്പെട്ടു എന്ന വാർത്തകളുമായിട്ട്. എന്നെ കർത്താവ് കാണിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തും, പ്രാർത്ഥിക്കും. എന്നെ കർത്താവ് കാണിച്ചു, ഇന്ത്യയുടെ മാപ്പ് എന്നെ കർത്താവ് കാണിച്ചു. നിലത്തിട്ടിരിക്കുകയാണ്, ഒരേ നീളം, ഒരേ സ്റ്റെപ്പ് വെപ്പം. അങ്ങനത്തെ ഒരു സേന ഇങ്ങനെ താഴെ ആ വാലിൻ്റെ ഭാഗത്തുനിന്ന്, കേരളം, തമിഴ്നാട് ആ ഭാഗത്തുനിന്ന്
ഇങ്ങനെ ഇന്നിപ്പോൾ ആഗസ്റ്റ് 15 ആ മാർച്ച് കണ്ടപ്പോൾ എന്നെ കർത്താവ് കാണിച്ചൊരു വെളിപ്പാടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഒരുപോലെ മാർച്ച് ചെയ്യുന്നു. അവരുടെ കൈയുടെ ചലനം, കാലിൻ്റെ സ്റ്റെപ്പ് എല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളിൽ മാത്രം വ്യത്യാസം. അങ്ങനത്തെ ഒരു സേന ഇന്ത്യയുടെ തെക്ക് നിന്ന് മാർച്ച് ചെയ്ത് വടക്കോട്ടടിക്കുന്ന ഒരു ശുശ്രൂഷകളിൽ, കൃപാവരങ്ങളിൽ മാത്രം വ്യത്യാസം. ഒരുപോലെ ഇരിക്കുകയാണ്. അവരുടെ വായിൽ ശബ്ദം ഒരുപോലാണ്, ഷെയ്പ്പ് പോലും ഒരുപോലാണ്, വാചകം ഒരുപോലാണ്. യേശുവേ, 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 അതിൻ്റെ ടൈമായെന്ന് കർത്താവിനോട് പറയും. എല്ലാ കണ്ണുകളും ദൈവജനത്തിൽ ഒന്ന് അടച്ചു. യേശുപ്പാ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ഇതിനകത്ത് ചിലർ യേശുവിനെ നേരിട്ട് കാണാൻ പോവുകയാണ്. യേശുവിനെ നേരിട്ട് ചെന്ന്, ഇതൊരു മതത്തിൻ്റെ അനുയായി തുടരാനല്ല നമ്മളെ കർത്താവ് വിളിച്ചത്. യേശുവിനെ നിന്നെ വിളിച്ച ആളെ നേരിട്ട് കണ്ടിട്ടിറങ്ങാൻ മഹാനിയോഗം. നിന്റെ മേൽ അങ്ങനെ യേശു നിനക്ക് അങ്ങനെ വെളിപ്പെടുമെന്ന് എന്നോട് പറയും. എന്നോട് കാര്യം പറയുന്ന വിധത്തിൽ നിന്റെ അടുത്ത് ഇറങ്ങി വരും. യേശുവിനോട് അങ്ങനെ തന്നെ പറയും. നിനക്ക് കാണത്തക്ക രീതിയിൽ യേശു ഇറങ്ങി വരും. ദൈവാത്മാവ് ഇപ്പോൾ പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞതാണ്, അഭിഷക്തൻ ഏറ്റു പറഞ്ഞത്. മതം തകർന്നു, സഭ എഴുന്നേൽക്കുകയാ. ഈ അഭിഷക്തനിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിന്റെ പകർച്ച ഇതിൽ പലരുടെ മേലും കർത്താവ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നീ ഔറംഗാബാദിലും ഡൽഹിയിലും കാൽ ചവിട്ടുമ്പോൾ അവിടെ മുൻപിൽ വരുന്നവരുടെ പേര് നിന്റെ അധരത്തിൽ കർത്താവ് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമായി ആ അഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീണിരിക്കുകയാണ്. വിശ്വസിച്ചത് സ്വീകരിച്ചോ?